രഘുവിലേക്ക് ഞാൻ തിരിച്ചു വരാം. വിഷ്ണു പ്രകാശ് കൂടി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ആലപ്പുഴയിലേക്ക് ചോദ്യം ചെയ്യലിനായിട്ട് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകും വഴിയാണ് ഇങ്ങനെ ഈ പ്രതി രക്ഷപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഇത് കുറുവ സംഘത്തിൽപ്പെട്ട ആളാണോ എന്ന തരത്തിലുള്ള സ്ഥിരീകരണം വേണം. എങ്കിലും ഇവരിലേക്ക് എങ്ങനെയാണ് പോലീസ് എത്തുന്നത്? ഈ കൂടെയുള്ള സ്ത്രീകളെ കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങളുണ്ടോ? ഇതിന് പിന്നിൽ ഈ പിടിയിലായ ആൾക്കാരുടെ ഭാഗത്തും വലിയൊരു സംഘമുണ്ട് എന്നാണോ പോലീസ് പറയുന്നത്? പൂജ, ഇന്ന് വൈകിട്ടോടെയാണ് ഈ ആലപ്പുഴ കുറുവ സംഘം ഇറങ്ങുന്നതിനെ തുടർന്ന് വിപുലമായ അന്വേഷണം നടത്തിയിരുന്നു. ആലപ്പുഴ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലുള്ള അന്വേഷണം നടന്നത്. അതിന്റെ ഭാഗമായി ഇവരെ അന്വേഷിച്ചു വരികയായിരുന്നു. ഒടുവിൽ ഇന്ന് വൈകിട്ടോടെയാണ് പോലീസ് ഇത്തരം ഒരു സന്തോഷ് എന്ന് പറയുന്ന ആളെയും മറ്റൊരാളെയും കസ്റ്റഡിയിലെടുക്കുന്നത്. എറണാകുളം കുണ്ടന്നൂർ പ്രദേശത്ത് നിന്നാണ്, ആ ഭാഗത്തു നിന്നാണ് ഇവരെ രണ്ടുപേരെയും കസ്റ്റഡി എടുക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം ചെയ്യലിനായി ഇവരെ കൊണ്ടുപോകാനായിട്ട് വാഹനത്തിൽ കയറ്റുന്ന ആ സമയത്തായിരുന്നു ഇത്തരത്തിൽ ഒരാൾ ഈ പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത്. ഇവരെ ചോദ്യം ചെയ്ത് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുന്നതിനായി ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടിയിരുന്നു. അപ്പോൾ കൊണ്ടന്നൂരിൽ നിന്ന് എടുത്ത് മണ്ണഞ്ചേരി പോലീസ് അവരെ മണ്ണഞ്ചേരിയിലോട്ട് കൊണ്ടുപോകുന്നതിന് ഇടയിലായിരുന്നു ഇത്തരത്തിൽ പോലീസിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുന്നത്. മറ്റുള്ള സംഘത്തിലുണ്ടായിരുന്ന ഒരാളെ പോലീസ് നിലവിൽ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിൽ ഇവിടെ ഈ കൊണ്ടന്നൂർ ഭാഗത്ത് പാലത്തിന് താഴെയായി വിപുലമായ അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ഇവിടെ ഒരു ചതുപ്പായ പ്രദേശമാണ്. അപ്പോൾ ഫയർഫോഴ്സ് അടക്കമുള്ള വാഹനങ്ങൾ, ഫയർഫോഴ്സിന്റെ അടക്കമുള്ള സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നത്. ഡിങ്കി അടക്കം ഇവിടെ ഇറക്കി, ഒരു തോട് ഈ പരിസരത്തുണ്ട്. അപ്പോൾ ആ തോട്ടിലടക്കം ഡിങ്കി അടക്കം ഇറക്കിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് പോലീസ് ഇപ്പോൾ നടത്തി വരുന്നത്. ഏതായാലും ഈ പ്രദേശത്തുള്ള ഒരു ആളുകളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസ് നടത്തുന്നുണ്ട്. ഈ പ്രദേശത്ത് നിന്നായിരുന്നു ആൾ മിസ്സിംഗ് പോലീസിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. ഏതായാലും ഇപ്പോൾ അന്വേഷണം നടത്തുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള പോലീസും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും അടക്കം വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാം ഊർജിതമായ അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. രാത്രിയായതിനാൽ ഇരുട്ടിൻ്റെ ഒക്കെ ഒരു പ്രശ്നമുണ്ടെങ്കിലും ഈ പുഴയല്ല, ഒരു ചതുപ്പ് നിലം ആണ് ഈ പ്രദേശം. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി അത്തരത്തിലുള്ള അത് മറികടക്കുന്ന വേണ്ട ഒരു സജ്ജീകരണവുമായിട്ടാണ് പോലീസ് ഇപ്പോൾ ഈ അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടെയായിരുന്നു ഇത്തരത്തിൽ മണ്ണഞ്ചേരി പോലീസ് ഈ ഒരു രണ്ട് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നതും അതിൽ നിന്ന് അങ്ങനെയാണ് സന്തോഷ് എന്ന ആൾ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും വഴുതി മാറി അദ്ദേഹം വിഷ്ണു, ഈ കുറുവ സംഘത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന തരത്തിലുള്ള വലിയ ഭയം ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു സംഘത്തെ പിടികൂടുന്നത്. ജീപ്പിലുണ്ടായിരുന്ന സ്ത്രീ ഡോറ് തുറന്നു കൊടുത്തപ്പോൾ ഇയാൾ സന്തോഷ് എന്ന് പറയുന്നയാൾ ചാടിപ്പോയി എന്നാണ് അറിയുന്ന വിവരം. അങ്ങനെ ഒരു സംശയത്തിന്റെ പുറത്ത് ഇത്തരത്തിലൊരു പ്രതികളെ പിടിക്കുമ്പോൾ പോലീസിന് ആ സമയം ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? ഈ പ്രതി ചാടിപ്പോയതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് എന്താണ്? പോലീസ് പറയുന്നത് ഇവർ കസ്റ്റഡി എടുത്തപ്പോൾ ഈ ഇത്തരത്തിലുണ്ടായിരുന്ന മറ്റൊരു സംഘത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ പോലീസിന്റെ കയ്യിൽ പോലീസ് ജീപ്പ് തുറന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. വിപുലമായ പോലീസ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കസ്റ്റഡി എടുക്കുന്നത്. മണ്ണഞ്ചേരി സിഐയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘമായിരുന്നു ഇത്തരത്തിൽ ഈ പ്രതിയെ എറണാകുളത്ത് നിന്നും വന്ന് അന്വേഷണം എടുക്കുന്നത്. ഒരു പക്ഷേ പോലീസ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്തരത്തിലൊരു നീക്കം ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഇവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കണമെന്നില്ല. അതിനാലാണ് ഇത്തരത്തിൽ ഈ പ്രതിക്ക് രക്ഷപ്പെട്ടു പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും പോലീസ് ഇപ്പോൾ ഇവിടെ ഊർജിതമായ തരത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ പ്രതിയിലേക്ക് എത്താമെന്നൊരു പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. വിഷ്ണു, ഒരു സംശയം. ഇവരെ കസ്റ്റഡി എടുക്കുന്ന സമയത്ത് രണ്ട് സ്ത്രീകളും ഈ ചാടിപ്പോയ സന്തോഷ് എന്ന പ്രതി, ഇവരെ 3 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തത് എന്ന് മനസ്സിലായത്. ഈ പോലീസ് ഇവരിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഈ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് കൂടുതൽ സംഘാംഗങ്ങളുടെ സാന്നിധ്യവും മറ്റും ഉണ്ടായിരുന്നോ? നിലവിൽ നമുക്ക് പോലീസ് നമ്മളോട് പറഞ്ഞത് 2 പേരാണ് കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ്. 2 പേരിൽ ഒരാളെ ആണ് ഇപ്പോൾ ഈ സന്തോഷ് എന്ന് പറയുന്ന ആളാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ചാടി ഓടിപ്പോയത്. മറ്റൊരാളെ പോലീസ് കസ്റ്റഡി എടുത്ത് അവരെ വിശദമായ അന്വേഷണങ്ങൾക്കും ചോദ്യം ചെയ്യലിനുമായി ആലപ്പുഴ ഈ കേസുമായുള്ള അന്വേഷണം നടക്കുന്ന ഭാഗത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ സാധിക്കും. ഇവർക്ക് കസ്റ്റഡിയിൽ എടുത്തു എന്നല്ലാതെ മറ്റു തരത്തിലുള്ള അന്വേഷണങ്ങളോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുകളോ അടക്കമുള്ള ഒരു കാര്യങ്ങളും നടന്നിരുന്നില്ല. അപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലിന് കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിൽ ചാടി പോകുന്നത്. CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ടായിരുന്നു ഈ സ്ഥലങ്ങളിൽ. മോഷണം നടത്തിയ ആലപ്പുഴയിലടക്കമുള്ള ഭാഗങ്ങളിൽ ഇവർ കുറുവ സംഘം എന്ന് പറയുന്ന ആ സംഘത്തിന്റെ അന്വേഷണം നടത്തുന്നതിനായി പോലീസ് CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ എറണാകുളത്ത് ഈ തമിഴ്നാട് ബേസ് ചെയ്തുള്ള ആളുകൾ
താമസിക്കുന്ന ഒരു പ്രദേശമുണ്ട്. അവിടത്തെ അന്വേഷണം എത്തി അങ്ങനെയാണ് ഈ സംശയം തോന്നിയ രണ്ടുപേരെ എടുക്കുന്നത്. ഇപ്പോഴും ഈ രണ്ടുപേരും പ്രതി എന്ന് പോലീസ് തീർപ്പിച്ച് പറയുന്നില്ല. പക്ഷേ അന്വേഷണങ്ങൾക്കും എല്ലാം ഒടുവിൽ അതിനുവേണ്ടി ആണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത്. അത്തരത്തിൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആയിരുന്നു ഈ പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ സന്തോഷ് എന്ന് പറയുന്ന ആൾ ഈ പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്നും ഓടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യലിന് ഈ പ്രതിയെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ പ്രതിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി കൂടുതൽ വിവരങ്ങൾ പ്രതിയിൽ നിന്ന് ഉൾപ്പെടുത്തിയ ശേഷം മാത്രമാകും ഇത് ഇത്തരത്തിൽ പ്രതിയാണ് എന്നുള്ള തരത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. ഏതായാലും ഇത്തരത്തിൽ സംശയമുള്ള ഒരാളാണ്. അദ്ദേഹം വഴുതി പോവുക കൂടി ചെയ്യുമ്പോൾ, പോലീസിൻ്റെ കയ്യിൽ നിന്ന് മാറിപ്പോവുക കൂടി ചെയ്യുമ്പോൾ ആ സംശയങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നുണ്ട്. ഏതായാലും ഈ പ്രതിയെ ചോദ്യം ചെയ്തും പോലീസ് ഒരു തീർപ്പ് കൽപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനായിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ് പോലീസ്. നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് പോലീസിൻ്റെ വൻ സന്നാഹം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയ 2 ബസ്സുകളടക്കമുള്ള പോലീസ് ഈ സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇരുട്ടാണ് ഈ പ്രദേശത്ത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിമിതികളുണ്ട്. അതെല്ലാം മറികടക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ പോലീസ് പരിഹരിച്ചിട്ട് അതിന് വേണ്ട സജ്ജീകരണങ്ങൾ പോലീസ് ഒരുക്കുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെ അടക്കമുള്ള ഡിങ്കി ബോട്ട് അടക്കം നമുക്കറിയാം ചതുപ്പായിട്ടുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അവിടേക്ക് പോലീസിന് എത്തിപ്പെടുന്നതും ഈ ആലപ്പുഴ ജില്ലയിൽ നിന്ന് അടക്കമുള്ള മറ്റു പോലീസുകാർക്കും ഏറെ സുപരിചിതമല്ലാത്തൊരു ഭാഗം കൂടിയാണ്. അപ്പോൾ അതിനെല്ലാം മറികടക്കാനായി ഇവിടെ പ്രദേശവാസികളായിട്ടുള്ളവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പോലീസിൻ്റെ ഡിങ്കി വാഹനം അല്പം മുമ്പാണ് ഇവിടെ നിന്നും ഇറക്കാനുള്ള ഒരു സാഹചര്യം നോക്കി ഈ റോഡിൻ്റെ മറുവശത്തേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ ചതുപ്പിലടക്കം ഉള്ള പരിശോധന നടക്കും. അതിനുശേഷം പ്രതിയെ കണ്ടെത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് ഇപ്പോൾ നമ്മോട് പങ്കുവയ്ക്കുന്നത്. പൂജ, തീർച്ചയായിട്ടും വിഷ്ണു